എനിക്കെതിരെ ഇന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിലെത്തും. അതുകൊണ്ട് കുറച്ചു ദിവസം ഞാൻ എങ്ങോട്ടേലും മാറി നിൽക്കുക. സെക്യൂരിറ്റി ആണെന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം കാണിക്കാതോ? എന്താ ഉദേട്ടാ? ആ മുഴുവൻ ധൃതി പിടിച്ചു വന്നിരുന്നു. പനക്കൽ ദാസിനെ ഉടനെ മോശനെ കാണണമെന്ന്. തന്നിലൊരു കടപ്പാടുണ്ടാക്കാനായി മുമ്പ് ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു ആ പോലീസ് ചേസ്. അതറിയാമായിരുന്നു അല്ലേ? ഇന്ന് കളി കാര്യമായി. തനിക്കെതിരെ ഫാദർ സിറിയക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അത് ഞാനിങ്ങ് പൊക്കി. ഏൽപ്പിച്ച ജോലി ചെയ്തു തീരും വരെ തന്നെ എനിക്ക് വേണമല്ലോ. ഞാൻ എവിടെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ഓടി വന്ന് വെടിവെച്ചു കൊല്ലാൻ ലൈസൻസ് ഇല്ലാത്തൊരു തോക്കുമായി നടക്കുകയവൻ സുമേഷ്. ഭ്രാന്തനല്ലേ, അവനത് ചെയ്യും. എനിക്കെന്റെ വസ്തു വേണം. എന്റെ പ്രാണൻ അവൻ എടുക്കും മുമ്പ് അവന്റെ പ്രാണൻ എനിക്ക് എടുക്കുകയും വേണം. അതിനുള്ള ഒരേ ഒരു വഴിയാ നിന്നിലൂടെ നന്ദന. അവളെ കൊണ്ടുവന്നിരിക്കണം. ഇല്ലെങ്കിൽ അന്ന് ഞാൻ തന്ന ഉപഹാരമുണ്ടല്ലോ, ടെസി, അത് ഞാൻ തിരികെ എടുക്കും. നന്ദന അല്ലെങ്കിൽ ടെസി, അവരിൽ ഒരാൾ ഇവിടെ എത്തിയിരിക്കണം. ഇന്നോ നാളെയോ. ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. ആരെങ്കിലും ഒരാൾ. സിറിയക്കച്ചൻ എന്നെ വിളിപ്പിച്ചു പറഞ്ഞു അവിടെ നിന്ന് പോണമെന്നും അതിനെത്ര പണം വേണേലും വാങ്ങിത്തരാമെന്നും. എനിക്ക് പണമൊന്നും വേണ്ട, ഞാൻ പോയേക്കാം. അതിനെനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു അവതാരിയാ. എന്താ അത്? പഴയ സുഹൃത്ത് പനക്കൽ ദാസ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. നന്ദനയെ അയാൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു. മറ്റൊന്നും ആലോചിക്കാതെ സമ്മതം കൊടുത്ത് ഞാൻ അഡ്വാൻസ് വാങ്ങിപ്പോയി. ഇനി ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതമാകെ കുഴപ്പത്തിലാവും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഈ കുരുക്കിൽ നിന്ന് എനിക്ക് എൻ്റെ കുട്ടിക്ക് രക്ഷപ്പെടാം. എങ്ങനെ? അയാളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ഒന്ന് ഒത്തീർപ്പാക്കാം. അത് പറ. നീ ആരാടാ? ആർക്കോ എവിടെ ഉണ്ടായ ഒരു കുട്ടിയെടുത്ത് കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ച് കാശുണ്ടാക്കി ജീവിതം നിനക്ക് രക്ഷപ്പെടാൻ എന്റെ അവതാരമാണല്ലേ? നിർത്ത്. സമനില തെറ്റിയ ഒരാളോടാണ് സംസാരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാന്നേ. വാശിയും പകയും കൊണ്ട് കാതറിഞ്ഞു പോയ ഒരാളോ? അതെ, ആ വാശിയും പകയും എന്താണെന്നും എത്രത്തോളമാണെന്ന് അറിയണം നിനക്ക്. ഇത്രത്തോളം. ഈ ഞെരുമകൾ അർത്ഥമുറിച്ചത് എന്റെ കൈകളല്ല, അവന്റെ കൈകളാ. എന്നെ അബോധാവസ്ഥയിലാക്കി ബാത്തബിലിട്ട് ആത്മഹത്യയാക്കി മാറ്റാൻ. അതിനൊക്കെ മുമ്പ് എന്നോട് അടുക്കാൻ, എന്റെ ബിസിനസ്സിലേക്ക് അടുക്കാൻ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന, എന്നോടൊപ്പം നിന്നിരുന്ന എന്റെ കുഞ്ഞമ്മവനെ കൊന്നവൻ ഒരു കാർ അപകടത്തിൽപ്പെടുത്തി. അതൊക്കെ എങ്ങനെ മറക്കും, എങ്ങനെ പൊറുക്കും? അതിന്റെ കൊടുങ്ങാത്ത നെയ്ച്ചില് ഇവിടെയല്ല, എന്റെ ഉള്ളിലാ. എന്റെ പക അടങ്ങില്ല ഒരിക്കലും. അതിന്റെ ഇടയിൽ കയറി നീ നിന്റെ തെരുവുനാടകം നടത്തിയാൽ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. നിങ്ങളുടെ ഉള്ളിലെ വിഷമം പകയും ഇത്രത്തോളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാ കണക്കുകളും നിങ്ങൾ തീർക്കണം, തീർത്തേ പറ്റൂ. പക്ഷേ പ്രതികാരം തീർക്കാനായി നിങ്ങളിങ്ങനെ നിറഞ്ഞു തുള്ളി നിൽക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരാളുണ്ട്. ആ പാവ അനിയത്തി, അവളുടെ സ്നേഹം. ആദ്യം അതങ്ങ് അർത്ഥ മുറിച്ചുകളാ, പിന്നെല്ലാം ശരിയായിക്കോളും. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ് സുമേഷ്. ഇനി ആ ദാസിനെയോ മോസിനെയോ ജയിക്കാൻ അനുവദിച്ചുകൂടാ. ജയിക്കേണ്ടത് നന്ദനെയാണ്. അതിന് ചേട്ടനൊന്ന് തോറ്റു കൊടുത്താൽ മതി. ഇവിടെയുള്ള എന്റെ സ്ഥാപനങ്ങളൊക്കെ അടിച്ചു പൂട്ടുകയാണ്. എനിക്കുള്ളതെല്ലാം ഉടനെ വിൽക്കും. പനക്കൽ ദാസുമായുള്ള പ്രശ്നങ്ങൾ അത് സംസാരിച്ച് പരിഹരിക്കും. നമ്മൾ ഒരുമിച്ച് നാളെ തിരികെ പോവുകയാണ് ബാംഗ്ലൂർക്ക്. പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഞാൻ വരുന്നത് പോലെ തന്നെ നീയും വന്നിരിക്കണം. എങ്ങനെ? ഇവിടെ ഉള്ളതെല്ലാം വിട്ടിട്ട്, മറന്നിട്ട്. ഇവിടെ എനിക്കെന്തിരിക്കുന്നു വിടാനും മറക്കാനും? ഇവ രണ്ടുപേരും. കൂടുതൽ വിശദീകരണം ഒന്നും തരാൻ എനിക്ക് പറ്റില്ല. എന്നോടൊന്നും ചോദിക്കുകയായിരുന്നു. ഈ രണ്ടുപേരെ വിട്ടിട്ട് വരാൻ, മറന്നിട്ട് വരാൻ എനിക്ക് പറ്റില്ല. കുട്ടി എന്തായി പറയുന്നേ? ഇവരെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞില്ലേ? സുമേഷ് ഒക്കെ സമ്മതിച്ചല്ലോ, വന്ന കാര്യം നേടി. പിന്നെന്താ? എടോ മോശേ, കുട്ടിയുമായി പൊക്കോളാമെന്ന് ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് സമ്മതിച്ചിട്ടല്ലേ താൻ ഇവിടുന്ന് പോയത്? ആ തീരുമാനമൊക്കെ ഞങ്ങൾ മാറ്റി ഫാദർ. എന്തേ?
അപ്പൊ ഇവരുമായി അവിടെ തന്നെ താമസിക്കാൻ പോവാണോ നീ? അതെ, ചേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ ഇവരോടൊപ്പം ആ വീട്ടിൽ, അല്ലെങ്കിൽ തെരുവിൽ. അതാ എന്റെ തീരുമാനം. ശരി, സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ഇനി വയ്യ. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും, ചത്താലും കൊന്നാലും കൊല്ലപ്പെട്ടാലും എല്ലാത്തിനും ഉത്തരവാദി നീ മാത്രമായിരിക്കും. നീ മാത്രം മറക്കരുത്. സോറി ഫാദർ. എന്താ നന്ദന ഇത്? നിങ്ങൾ രണ്ടുപേരും കൂടി ആ പാവം മനുഷ്യനെ നശിപ്പിക്കാൻ പോയില്ലേ? എനിക്കറിയില്ല ഫാദർ. തനിക്കോ? ആ പോയ മനുഷ്യനോട് ഫാദറിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചിലതൊക്കെ പറയാം. സഹകരിക്കണം. പറയ്. കണ്ണി പൊടിയിടുന്ന ഒരു ഒത്തുതീർപ്പ് നാടകമായിട്ടായിരിക്കും ചേട്ടൻ വരികെന്ന് നന്ദന പറഞ്ഞിരുന്നു. നാളെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി ഒരു നന്ദകുമാറിനെ കെട്ടിയേൽപ്പിച്ച് നാളുകൾ കഴിയുമ്പോൾ ആ ചേട്ടൻ പകവിട്ടാൻ ഇവിടെ തന്നെ തിരിച്ചു വരുമെന്നും നന്ദന എന്നോട് പറഞ്ഞിരുന്നു. അയാൾ എപ്പോഴും ഒരു രോഗിയാണ് ഫാദർ. കൊല്ലണം കൊല്ലണം എന്നൊറ്റ വിചാരമായിട്ട് നടക്കുന്ന ഒരു രോഗി. പകയും വാശിയൊക്കെ മാറി സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് എന്നേക്കുമായി തിരിച്ചെല്ലുന്ന ഒരു ഏട്ടനെ നന്ദനയ്ക്ക് വേണ്ടത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. അതിനാ സഹകരിക്കുമെന്ന് ചോദിച്ചത്. പറയ്, ഞങ്ങളൊക്കെ എങ്ങനെയാ സഹകരിക്കേണ്ടത്? പറയാം. ഏയ്, ടെസ്സിയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അപ്പോ വരണില്ലേ? എല്ലാം കഴിഞ്ഞേ ഞാൻ അങ്ങോട്ടുള്ളൂ. എന്തേ? അതെങ്ങനെയാ? അതാ എന്റെ ശരി. ക്യാറ്റ്, മോള് നന്ദുവിന്റെ കൂടെ പൊക്കോ. വാ നന്ദു, നമുക്ക് പോവാം. അറിയാം, വാ കേറ്. എങ്ങോട്ട്? എങ്ങോട്ട്? പനിക്കൽ ദാസിന്റെ അടുത്തേക്ക് വരുമോ? ഞാൻ വരാം.